ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു പാലക്കാട് ഒരു ഹൗസ് വാമിങ്ങിന് പോവാണേ. യെസ്, ഫോളോ മീ. നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത്, നമ്മുടെ കൂടെ വിഷ്ണുവിനും പ്രിയയുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു ചേട്ടൻ്റെ ഹൗസ് വാമിങ്ങാണ്, പാലക്കാട്ട് വെച്ചാണേ. അപ്പം നമ്മളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും റെഡിയായിട്ട് ഹരീഷനും നന്നൂസും കൂടെ നല്ല വഴക്കിലാണ്. ഈ നന്നൂസാണ്, നന്നൂസും പന്നൂസും തമ്മിൽ എപ്പോഴും അടിയാം. ഇവർ ഒട്ടും പറഞ്ഞാൽ കേൾക്കത്തില്ല. വിഷ്ണുട്ടാ ഇട്ട് നോക്കിക്കേ, ഒരു ഹായ് പറ. നമ്മൾ വണ്ടിയിൽ കയറി ഇവിടുന്ന് നമ്മൾ ഗേറ്റിൽ ഔട്ട് ചെയ്തിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് അപ്പൊ ഞങ്ങൾ ഗേറ്റിന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ഗേറ്റിൽ ഇങ്ങനെ നമ്മളെന്താ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതൊരു ബദ്മാസാണ്, ഇവൻ ഒട്ടും പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവനൊരു കോന്താരി മുളകാണ്. ഇവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വേണ്ടേ, പ്രിയക്ക് സെലിബ്രിറ്റി ആവുന്നത് ഒട്ടും ഇഷ്ടമല്ല, എന്നാലും അവളുടെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യും. രാവിലെ ഈ ബുഫേ കുപ്പേ എന്തെങ്കിലും കഴിക്കും. ഞാൻ അവിടെ നിർത്തി ചായ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ നിർത്തി. എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് വിശക്കുന്നു. നമ്മുടെ പല്ലവി സൺറൂഫിന്റെ അകത്തൂടെ എങ്ങനെയൊക്കെ കുരുത്തക്കേട് കാണിക്കാതാണ് അവൻ നോക്കുന്നത്. നന്നുനെ വിളിക്കണ്ട, നന്നു കയറത്തില്ല. പല്ലവി, പല്ലവിക്കുട്ടാ അമ്മട് പൊന്നെ തങ്ങടുവേ, അമ്മട് തൊന്നിരി തെത്തിരുവാവേ. കുരുത്തക്കേടിന്റെ ആശാനാണ് അവൻ. ഒരു സമാധാനം തരാതാണ് അവൻ. ഇത് തുറന്ന് അവനിത് വെളിയിൽ നോക്കി ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കണം. പൊട്ട വെയിലാണ്. ഇവൻ ഇന്ന് വെയിൽ കൊണ്ട് കരിയും. ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ, അവന്റെ ഇപ്പൊ സൺറൂഫ് അടയ്ക്കുവാണ്. മതിയായോ പല്ലസേ? ഇനി എപ്പോ തുറക്കും? ഹൈവേയിൽ കയറിയാലോ അമ്മയുടെ പൊന്നെ. പിന്നെ ചെക്കല്ലടാ. വിഷ്ണുട്ട് നമുക്കൊരു ചായ കുടിച്ചാലോ? ഓക്കെ, സെറ്റ് സെറ്റ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ചായക്കട ഉണ്ടോ നോക്കുവാണ്. നമ്മളൊരു ചായ കുടിച്ചിട്ട് തെറിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ശരി, നമുക്ക് ചായക്കട വെച്ച് കാണാം. ബ്രോ, നമ്മളിപ്പോ പാലക്കാട്, പൊള്ളാച്ചി, സേലം, കോയമ്പത്തൂർ പോകുന്ന 4 ലൈൻ, അതായത് ഹൈവേയുടെ സെൻട്രൽ സിഗ്നലിൽ എത്തി. നമ്മൾ എന്റെ പൊന്നു ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി ചൂടായുടെ ഒരു ട്രക്ക് പോകുന്നുണ്ടോ. ഒരു പാട്ടൊക്കെ ഇടാ, പാട്ടൊക്കെ വരുവാടാ വണ്ടിക്കകത്തിലിട്ട്. പാട്ട് വേണ്ട. ഇതുണ്ടോ ഗൈസ്, നിറയെ തെങ്ങിൻ തോപ്പുകളാണ്. ഈ പാലക്കാടോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്, അടിപൊളിയാണ്. നമ്മൾ ഈവനിങ് പോകുവാണെങ്കിൽ നല്ല രസമാണ് അവിടെ കാണാൻ. നമ്മുടെ വണ്ടിയുടെ പെട്രോൾ കുറവായിരുന്നു. അപ്പൊ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് ഇവിടെ പമ്പിലോട്ട് കയറി. പെട്രോൾ പമ്പിൽ ഇരുന്ന് ഞാൻ പൊട്ടത്തിയുടെ കൂട്ടിരുന്ന് പറയുന്നത് കേട്ടിട്ട് ആ പെട്രോൾ പമ്പിലുള്ളവരെല്ലാം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കായിരുന്നു. അതൊന്നും നമുക്ക് വിഷയമില്ല. ഇതൊക്കെ ഇതിനപ്പുറവും നമ്മൾ കേൾക്കും. പക്ഷെ നമ്മൾ യാത്ര തുടരുന്നു. അപ്പൊ ശരി, ഓക്കെ, നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ. ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ബിരിയാണി ഇന്ന് ഞായറാഴ്ച ഉണ്ട്, വലിയ തിരക്കില്ല. അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ബ്രഷ് കൂടുതലാട്ടോ അവിടെ. നമുക്ക് ഇങ്ങനൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല, നല്ല തിരക്കായിരിക്കുവേ. നോക്കിക്കേ, നമ്മുടെ വണ്ടി കേറി ഉടനെ മുതൽ ഇവിടെ ഫുള്ള് ഫോണിൽ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുവാണ്. അവന് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. ഫോണും കുത്തി കുത്തി ഇരുന്നൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വാള് വെച്ച് കിടക്കാനാണ് ആളുടെ ഉദ്ദേശം. ഫുള്ള് കുത്തുവാണ്. നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കത്തില്ല. ഇത് നല്ലൊരു മിസ് കാണുന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ല പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ തന്നെയാണ്. ഇതാണ് ചായക്കട. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചായ അടിപൊളിയാണ്, അതുകൊണ്ട് കോഫി അടിപൊളിയാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് തട്ടുകടകളുണ്ട്, ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ എന്താ തട്ടുകട സ്റ്റൈലിലുള്ള ഫുഡ് നമുക്കിവിടെ ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ ഓരോ സാധനത്തിനും കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ എന്തെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. വാങ്ങി കൊടുത്തില്ലെങ്കിൽ അവൻ ഇവിടെ കട ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയാണേ. ചൂട് പപ്സ് ഉണ്ടായിരുന്നേ, അത് ഓരോന്ന് ഞങ്ങൾ വാങ്ങിച്ചു. ഇവിടെ ഹരീഷന് ഒരു പപ്സ് കൊണ്ട് കൊടുത്തപ്പോൾ പല്ലു ടച്ചർ ഉണ്ടാക്കി അത് തട്ടിപ്പറിച്ചിട്ട് പോയി. ഫുൾ അലമ്പാട്ടോ. ഞാനൊരു പപ്സും ഒരു നാരങ്ങ വെള്ളമാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല പപ്സാണ്, ചൂടുണ്ടായിരുന്നു. നല്ലതാ. നമ്മൾ നാട്ടിലെ കൂട്ട് ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും കൊള്ളായിരുന്നു. കാർ ഇട്ടിട്ട് വരുന്നില്ലല്ലോ. ഇതൊക്കെയാണ് ഇവര് വണ്ടി കയറി കാണിക്കുന്ന കുരുത്തക്കേട്. അയ്യോ, പാലക്കാട് എത്താറായേ. സീറ്റ് ബെൽറ്റ് ഇടുക. തമിഴ്നാട്ടിൽ പിന്നെ സീറ്റ് ബെൽറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്നത്. പല്ലൂസേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് വാ. സൺറൂഫിൽ നിന്ന് താഴെ ഇറങ്ങ്. പല്ലൂസേ താഴെ ഇറങ്ങ്. ഇങ്ങോട്ട് വാ, താഴെ വന്നിരിക്കും. പൊന്നു കാറ്റടി കൊണ്ട് പൊന്നിന് പനിയാവത്തില്ലേ? പറഞ്ഞാൽ കേൾക്കാത്തൊരു ചെക്കനായത്. പാലക്കാട്ടോട്ട് എത്താറായി. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ മറ്റേ കളറുണ്ട് കിട്ടെ. ഇവിടെ അങ്ങോട്ട് പാടങ്ങളും കൃഷിയൊക്കെ കാണാം. ഈ റൂട്ടിൽ പോവാൻ കൊല്ലംകോട്. ഞാനൊരു കള്ളി ഷോപ്പ്. ചേച്ചി ഇന്നലെ ഉരുൾപൊട്ടിൽ വന്ന് വെള്ളച്ചാട്ടത്തിൽ പോകണമെന്ന് പറഞ്ഞ് രാവിലെ പറഞ്ഞറിയാം. നമുക്കൊരു കാര്യം ചെയ്യാൻ, നന്നൂരി രേഷ്മച്ചിനെ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് ഒഴുക്കി. നന്നൂരി ഹരീഷ് എടുക്കും, രേഷ്മച്ചിനെ ഇറങ്ങാൻ വണ്ടി വന്നു. എനിക്ക് വയ്യ. നമ്മളിപ്പോ അവരുടെ വീടിനടുത്ത് എത്താറായിട്ടോ. 5 മിനിറ്റ് കൂടെ ഉള്ളേ, ഇപ്പൊ എത്തും. ഒരു 300 മീറ്ററേ. പല്ലവി ഒരു രക്ഷയില്ല കേട്ടോ. അതിന് കുരുത്തക്കേടാ. എന്ത് രസമുണ്ട് സ്ഥലമൊക്കെ കാണാൻ.
ക്യാമ്പിലോട്ട് പോവുകയാണേ. ഹരീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാവരുമായിട്ട് സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എൻ്റെ 2-3 ഫ്രണ്ട്സിനെ അവിടെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മളൊരു കൂൾ ബാറിലോട്ടാണ് പോയത്. എല്ലാവർക്കും നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ ഒരുപാട് ടയേർഡായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എല്ലാവരും ഓരോ സർവത്തിന് പറഞ്ഞു. പിന്നെ സംഭാരം പറഞ്ഞു. ഞാനൊരു മസാല സംഭാരമാണ് മേടിച്ചത്. അടിപൊളിയായിരുന്നു. അതിങ്ങനെ കുടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നന്നായിട്ട് സോഡയുടെയും എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ഫ്ലേവറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ലൈവ് ഫിഷ് സെയിൽ ചെയ്യുന്നത് കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് റിട്ടേൺ ക്യാമ്പിലോട്ട് പോയത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഓൺ വോയിസ് വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.